ഇന്ത്യൻ ചാരനെന്നാരോപിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുൽഭൂഷൺ യാദവിന്റെ ശിക്ഷയിൽ പാകിസ്ഥാൻ കോടതിയിൽ ഇന്ത്യ ഹർജി നൽകി. കുൽഭൂഷന്റെ അമ്മയുടെ പേരിലാണ് ഹർജി നൽകിയത്. മനുശങ്കർ വിവരങ്ങളുമായി. മനു, വിശദാംശങ്ങൾ. അരുൺ, പാകിസ്ഥാനിലെ ഇന്ത്യൻ അംബാസിഡർ ഗൗതം ബംബവാലെ പാക് വിദേശകാര്യ സെക്രട്ടറി തെഹ്മിന ജാൻജുയെ കണ്ടാണ് കുൽഭൂഷൺ യാദവിന്റെ വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകിയിരിക്കുന്നത്. മഹാരാഷ്ട്ര സ്വദേശിയായ ജാദവ് ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് കമാൻഡറായി വിരമിച്ച് പിന്നീട് ഇറാനിൽ വ്യാപാരം നടത്തവേ 2016 മാർച്ച് 3-ന് പാകിസ്ഥാനിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് പോലീസ് പിടികൂടിയത്. പിന്നീട് ഇക്കഴിഞ്ഞ ഏപ്രിൽ 10-നാണ് ഇന്ത്യക്കായി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ജാദവിനെ പാകിസ്ഥാനിലെ സൈനിക കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. കോടതി വിധിയോട് എതിർപ്പുണ്ടെങ്കിൽ 40 ദിവസത്തിനകം മേൽക്കോടതിയിൽ അപ്പീൽ നൽകണമെന്നാണ് പാകിസ്ഥാനിലെ ചട്ടം. പാക് ആർമി ആക്ട് സെക്ഷൻ 133B അനുസരിച്ച് കുൽഭൂഷൺ യാദവിന്റെ മാതാവിന്റെ പേരിലാണ് ഇന്ത്യ ഹർജി നൽകിയിട്ടുള്ളത്. ജാദവിന് നയതന്ത്ര സഹായം ലഭ്യമാക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം 14 തവണ പാകിസ്ഥാൻ നിരസിച്ചിരുന്നു. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ കഴിഞ്ഞ 14-നും പാക് വിദേശകാര്യ സെക്രട്ടറി കണ്ടിരുന്നുവെങ്കിലും ജാദവിനെതിരായ കുറ്റപത്രവും പട്ടാള കോടതിയുടെ വിധി പകർപ്പും നൽകാനാകില്ലെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചത്. കേസുകളിൽ നയതന്ത്ര സഹായം ലഭ്യമാക്കാൻ സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉഭയകക്ഷി കരാറുണ്ടെങ്കിലും കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് തീരുമാനമെടുക്കാനാവൂ എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ അറിയിക്കുന്നത്. അരുൺ, മനുശങ്കർ വിവരങ്ങൾ നൽകിയത്. 2 ചിഹ്നം ലഭിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച TTV ദിനകരനെ ദില്ലി തീസ് കോടതി 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ചെന്നൈ, ബംഗളൂരു, കൊച്ചി എന്നിവിടങ്ങളിലെത്തി തെളിവെടുക്കാൻ 7 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് ദില്ലി പോലീസ് ആവശ്യപ്പെട്ടത്. ഇടനിലക്കാരാകാൻ സുകേഷ് ചന്ദ്രശേഖർ വഴി കമ്മീഷൻ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ ശ്രമിച്ച ദിനകരന്റെ സഹായി മല്ലികാർജുനെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇടനിലക്കാരൻ സുകേഷ് ചന്ദ്രശേഖറിന്റെ പക്കൽ നിന്ന് 1 കോടി രൂപയും ആഡംബര കാറുകളും ക്രൈംബ്രാഞ്ച് പിടികൂടിയിരുന്നു. മൂന്നാർ സമരത്തിനെതിരെ കോൺഗ്രസ് നേതാവ് AK മണി. ഇപ്പോൾ നടക്കുന്നത് പൊമ്പിളെ ഒരുമയുടെ സമരമല്ല, നടക്കുന്നത് തൊപ്പി സമരമാണ്. സമരത്തിന് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന് താല്പര്യമില്ലെന്നും AK മണി പീപ്പിൾ TVയോട് പറഞ്ഞു. ആളെ കൂട്ടാൻ BJP സമരം ഏറ്റെടുക്കുകയാണ് എന്നും മണി ആരോപിച്ചു. മൂന്നാർ സമരത്തിനെതിരെയും ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനെതിരെയുമാണ് KPCC വൈസ് പ്രസിഡന്റ് കൂടിയായ AK മണി രൂക്ഷമായ ഭാഷയിൽ എതിർപ്പുമായി രംഗത്ത് വന്നത്. മൂന്നാറിൽ തോട്ടം തൊഴിലാളികളെ ഭിന്നിപ്പിച്ചു നടക്കുന്ന ഗോമതിയുടെ സമരത്തോട് യോജിപ്പില്ല. നടക്കുന്നത് തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമല്ല. ഇപ്പോൾ നടക്കുന്നത് പെമ്പിളെ ഒരുമേ സമരമല്ല, മറിച്ച് തൊപ്പി സമരം മാത്രമാണെന്നും AK മണി പരിഹസിച്ചു. ആത്മീയ പാർട്ടിയുടെ നേതാവാണല്ലോ, അപ്പൊ തൊപ്പി സമരം എന്നുള്ളതാവാതെ അത് പെമ്പിള ഒരുമയുടെന്ന് പറയില്ലല്ലോ. അത് ആ ആത്മീയുടെ പാർട്ടിയാണ്, അങ്ങനെയാണ് അത് കാണുന്നത്. അതാണ് ശരിയുണ്ട്. ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളുടെ സന്ദർശനം സംബന്ധിച്ച് കോൺഗ്രസ് പ്രാദേശിക ഘടകത്തിന്റെ എതിർപ്പും AK മണിയുടെ വാക്കുകളിൽ വ്യക്തമാണ്. മന്ത്രി MM മണി സ്ത്രീകളെ അവഹേളിക്കുന്ന തരത്തിൽ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നയപ്രകാരം സമരം ഏറ്റെടുത്ത് നടത്തുകയാണ് വേണ്ടതെന്നും AK മണി പറഞ്ഞു. കോൺഗ്രസിന്റെ നയപരിപാടികൾ അനുസരിച്ച് ബഹുമാനപ്പെട്ട വിധിശക്തി മന്ത്രി MM മണി പെണ്ണുങ്ങൾക്കെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമരം ശക്തമായി കോൺഗ്രസ് ഏറ്റെടുക്കണം, UDF ഏറ്റെടുക്കണം. അല്ലാതെ വേറെ ഒരു ആളുടെ പുറകെ പോയി ആ സമരം ഏറ്റെടുക്കേണ്ട ആവശ്യം വരുമ്പോൾ നമ്മുടെ ദൗർബല്യം നമുക്ക് മോശമാകും. അതാണ്. മൂന്നാറിൽ ആളെ കൂട്ടാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. ഇതാണ് സമരം BJP ഏറ്റെടുക്കാൻ കാരണം. ഇപ്പോഴത്തെ സമരത്തിന് തോട്ടം മേഖലയിലെ ഒരു തൊഴിലാളിയുടെയും പിന്തുണ ലഭിക്കില്ലെന്നും മണി വ്യക്തമാക്കി. കോൺഗ്രസ് നേതൃത്വത്തിനുള്ള കടുത്ത താക്കീത് കൂടിയാണ് AK മണിയുടെ വാക്കുകളിൽ ധ്വനിക്കുന്നത്. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ. AK മണിയുടേത് വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് MM ഹസൻ. പൊമ്പിളെ ഒരുമേ സമരം ഏറ്റെടുക്കുക എന്നത് പാർട്ടിയുടെ അഭിപ്രായമാണ് എന്നും MM ഹസൻ പറഞ്ഞു. മണി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇത് പാർട്ടിയുടെ നിലപാടാണ്. അതൊന്നും എനിക്കറിയില്ല, കാരണം പാർട്ടിയുടെ നിലപാട് അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ അഭിപ്രായം. വ്യക്തിപരമായ അഭിപ്രായം പറയുമ്പോൾ പാർട്ടി അഭിപ്രായത്തിനല്ലേ പ്രാധാന്യം. UDFന്റെ ഭരണകാലത്ത് കോടതി നടപടികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് മൂന്നാറിൽ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതിരുന്നത് എന്ന് ഉമ്മൻചാണ്ടി. എന്നാൽ UDF ഭരിക്കുമ്പോൾ മൂന്നാറിൽ കയ്യേറ്റങ്ങൾ നടന്നിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം മൂന്നാറിൽ 1 ഇഞ്ച് ഭൂമി കയ്യേറിയിട്ടുണ്ടോ? ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടോ? ഈ കയ്യേറ്റം കണ്ടെത്തി അവരെ ഇറക്കി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് നിയമപരമായ ചില തടസ്സങ്ങൾ വന്നിരുന്നു. വന്നു. എന്നാലും റവന്യൂ വകുപ്പ് മുമ്പോട്ട് നീങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തണ്ടപ്പേർ രജിസ്റ്റർ പരിശോധിക്കണം എന്ന തീരുമാനം അന്ന് എടുത്തത്.
കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാലും ഗോമതിയുടെ സമരത്തെ പിന്തുണയ്ക്കില്ല എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് എ.കെ. മണി. ഉമ്മൻചാണ്ടിയുടെ സമരപന്തൽ സന്ദർശനത്തിൽ നിന്ന് എ.കെ. മണി വിട്ടുനിന്നു. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ലോക്കൽ ലെവൽ ആൾക്കാർ ഞങ്ങൾ ശക്തമായി INTC എന്നുള്ള ഒരു വലിയ ഒരു പ്രസ്ഥാനം, കോൺഗ്രസിനുള്ള ഒരു വലിയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരനെ ഓടിച്ച ഒരു പ്രസ്ഥാനം, ശക്തിയുള്ള പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കെ ഞങ്ങൾ ആത്മീയുടെ പാർട്ടിയുടെ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് ഭരണ നേതാക്കൾ എന്തെങ്കിലും കാണിക്കട്ടെ. പക്ഷേ ഇവിടെ മൂന്നാറിലെ തൊഴിലാളി സംഘടനകൾ ശക്തമായിട്ട് ഞങ്ങളിവിടെ ഉണ്ട്. കോൺഗ്രസ് പാർട്ടി ശക്തമായ പാർട്ടിയാണ് ഇവിടെ ഉണ്ട്. UDF ഞങ്ങളെ സഹായിച്ച് നിൽക്കുന്നു. അത് വിട്ടേച്ച് ഞങ്ങൾ ആ ആത്മീയ പാർട്ടി കുടിയിൽ നിൽക്കുന്ന ആൾക്കാരെ ചെന്ന് അവർക്ക് ഒത്താശ കൊടുക്കണം എന്ന് പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. മൂന്നാറിലെ പൊമ്പിളെ ഒരുമയുടെ സമരത്തിന് ജനകീയ പിന്തുണ ഇല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമരം അടിച്ചമർത്താൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. M.M. മണിയുടെ പ്രസംഗം ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചിരിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വം തകർന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മൂന്നാറിലെ പെമ്പിളയൊരുമൈ സമരത്തെ സർക്കാർ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷത്ത് നിന്ന് VD സതീശനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. 4 സ്ത്രീകൾ നടത്തുന്ന സമരത്തെ സർക്കാർ ഭയപ്പെടുകയാണെന്ന് VD സതീശൻ പറഞ്ഞു. ഇടുക്കിയിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയിലല്ല മന്ത്രി M.M. മണി സംസാരിക്കുന്നത്. മണിയുടെ ഭാഷ അഹങ്കാരത്തിന്റെ ഭാഷയാണ്. മാന്യനായ ഒരാളാണ് മുഖ്യമന്ത്രി. അങ്ങക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ മന്ത്രിസഭയിൽ M.M. മണിയെ സംരക്ഷിച്ചിട്ടുള്ളത്? ഇതിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി സതീശിന്റെ വാദങ്ങളെ ഒന്നൊന്നായി ഖണ്ഡിച്ചു. സർക്കാർ പെമ്പിളയൊരുമൈ സമരത്തെ തകർക്കാൻ ശ്രമിക്കുന്നില്ലെന്നും മണി പറയാത്തതും വീഡിയോയിൽ ഇല്ലാത്തതുമായ കാര്യങ്ങളാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും പറഞ്ഞു. ഇതുമൂലമാണ് സമരത്തിന് ജനകീയ പിന്തുണ ആർജിക്കാൻ കഴിയാത്തത്. ബഹുമാനായ അംഗം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ ഏത് ഓഫീസറാ കേൾക്കുക? കേൾക്കാത്ത ഒരു ഓഫീസറും ഓഫീസറായിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു വെള്ളരിക്കാപട്ടണമൊന്നുമല്ല ഇത്. ആ ധാരണയൊന്നും വേണ്ട. സർക്കാർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. സർക്കാരിന് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരുന്നുവെങ്കിൽ കുരിശ് പൊളിക്കും മുമ്പ് മുഖ്യമന്ത്രി അറിയുമായിരുന്നുവെന്ന് ചെന്നിത്തല പറഞ്ഞു. 144 പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതറിയണമായിരുന്നു. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത എന്താണ് സാറുള്ളത്? റവന്യൂ മന്ത്രി ചലിക്കില്ല. മുഖ്യമന്ത്രി അറിയാതെ അവിടെ ഒരു ചലനം ഉണ്ടായില്ല. അങ്ങനെയായിരുന്നു മിസ്റ്റർ പിണറായി വിജയൻ. അങ്ങയോടുള്ള എല്ലാ ബഹുമാനം കൊണ്ട് ഞാൻ പറയുന്നു, അങ്ങ് അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയ പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗും പവർ കട്ടും ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി M.M. മണി. സർക്കാർ മുൻകൂട്ടി സ്വീകരിച്ച നടപടികൾ കൊണ്ട് പ്രതിസന്ധി ഒഴിവാക്കാൻ സാധിച്ചതായി മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. കായംകുളം താപവൈദ്യുത നിലയത്തിലേക്ക് വാതക പൈപ്പ് ലൈൻ ഇടുന്നതിനുള്ള പ്രതിഷേധങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. കാലവർഷവും തുലാവർഷവും ദുർബലമായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി സംജാതമായത്. എന്നാൽ ലോഡ് ഷെഡിംഗോ പവർ കട്ടോ ഏർപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്ന് വൈദ്യുതി മന്ത്രി M.M. മണി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. സർക്കാർ മുൻകൂട്ടി സ്വീകരിച്ച നടപടികൾ കൊണ്ട് പ്രതിസന്ധി ഒഴിവാക്കാൻ സാധിച്ചു. ഇതിനുള്ള നടപടികൾ 2016 ഓഗസ്റ്റ് മുതൽ സർക്കാർ ആരംഭിച്ചിരുന്നു. 3288 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയുടെ കുറവാണ് ഈ ജലവർഷം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ 100 മെഗാവാട്ട് വൈദ്യുതി 24 മണിക്കൂറും 100 മെഗാവാട്ട് രാത്രി 6 മണിക്കൂറും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ പ്രതിസന്ധിയില്ല. ഡീപ് ഇ ബഡ്ഡിംഗ് പോർട്ടൽ വഴി റിവേഴ്സ് ഓപ്ഷനിൽ പങ്കെടുത്താണ് ഇത് ലഭ്യമാക്കുന്നത്. കായംകുളം താപവൈദ്യുത നിലയത്തിലേക്ക് പൈപ്പ് ലൈൻ ഇടുന്നതിൽ വിവിധ മേഖലകളിൽ നിന്നും പ്രതിഷേധമുയരുന്നുണ്ട്. ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. LNG ലൈൻ ഇടുന്നതിന് ചില പ്രശ്നങ്ങൾ അവിടെ ഉയർന്നു വന്നു. അതിൻ്റെ ഭാഗമായി അത് പൂർത്തിയാകാതിരിക്കുകയാണ് ചെയ്തത്. NTPCക്ക് തന്നെ സാധാരണ നിലയിൽ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയേണ്ടതാണ്. അത് NTPCയുമായി ചർച്ച ചെയ്ത് LNG ലൈനിടൽ പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്നത് ഗൗരവമായി തന്നെ ആലോചിക്കേണ്ട വിഷയമാണ്. ഇന്ധനം കായംകുളത്ത് എത്തിക്കുന്നതിലുള്ള കാലതാമസം ഒഴിവാക്കാനാണ് സർക്കാർ ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മന്ത്രി M.M. മണിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ചോദ്യോത്തരവേളയിലും പ്രതിപക്ഷം ഉയർത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ശബരിമലയിൽ ആചാരലംഘനത്തിൽ നടപടിക്ക് ശുപാർശ. നടൻ ജയറാം സോപാനത്ത് ഇടയ്ക്ക് കൂട്ടി പാടിയത് ആചാരലംഘനം ആണെന്നാണ് കണ്ടെത്തൽ. ഇതിന് അനുമതി നൽകിയ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ നടപടിക്ക് ദേവസ്വം വിജിലൻസ് നിർദ്ദേശം നൽകി. സോപാനത്തെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് വിവാദമുയർന്ന സാഹചര്യത്തിലായിരുന്നു അന്വേഷണം നടത്താൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വിജിലൻസിനോട് നിർദ്ദേശിച്ചിരുന്നത്. ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചതും. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചതിൽ ആചാരലംഘനം ഉണ്ടായിട്ടില്ല. എന്നാൽ വിഷു ഉത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ആചാരലംഘനം നടന്ന സംഭവത്തിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ രവിശങ്കറിനെതിരെ വകുപ്പ് തല നടപടി വേണമെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ശബരിമലയിലെ പ്രധാനപ്പെട്ട പൂജകൾ കൊല്ലത്തെ വിവാദ വ്യവസായിക്ക് ക്രമവിരുദ്ധമായി അനുവദിച്ചു നൽകിയതിനും സോപാനത്തിൽ ചലച്ചിത്ര നടൻ ജയറാം അനുമതിയില്ലാതെ ഇടക്കകൊട്ടിയത് തടയാതിരുന്നതിനും ശബരിമല ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ MS യതീന്ദ്രനാഥിനെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജയറാമിന് സോപാനത്ത് ഉഷപൂജ സമയത്ത് ഇടക്കകൊട്ടാൻ നൽകിയ തിരുനക്കര ദേവസ്വം സംബന്ധി OR ശ്രീകുമാറിനെതിരെ കർശന വകുപ്പ് തല നടപടിക്കും വിജിലൻസ് ശുപാർശ ചെയ്യുന്നു. അന്നേ ദിവസം സോപാനം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സോപാനം സ്പെഷ്യൽ ഓഫീസർ B ദിലീപ് കുമാറിന്റെ ഭാഗത്തു നിന്നും കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ടെന്നും വർഷങ്ങളായി സോപാനത്ത് ഡ്യൂട്ടി ചെയ്യുന്ന ഇദ്ദേഹം ഭക്തരിൽ നിന്നും പണം വാങ്ങി ദർശന സൗകര്യം ഒരുക്കി കൊടുക്കുന്നെന്ന് ആരോപണമുണ്ടെന്നും ആയതിനാൽ ഇയാളെ മേലിൽ ശബരിമല ഡ്യൂട്ടിയിൽ നിയോഗിക്കരുതെന്നും വിജിലൻസ് ശുപാർശ ചെയ്തു. കഴിഞ്ഞ 25 വർഷക്കാലമായി സുനിൽ സ്വാമി എന്ന സുനിൽകുമാർ ശബരിമലയിൽ നട തുറക്കുന്ന ദിവസങ്ങളിൽ നിത്യ സാന്നിധ്യമാണ്. ഇദ്ദേഹം നിയമവിരുദ്ധമായി സന്നിധാനത്തെ ഗാർഡ് റൂമിൽ താമസിക്കുന്നുണ്ടെന്നും ഇദ്ദേഹത്തിൽ നിന്നും പല ഉദ്യോഗസ്ഥരും പ്രതിഫലം വാങ്ങി പല ഉപകാരങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടെന്നും ഇത് ശബരിമല ക്ഷേത്രത്തിന് കളങ്കമാണെന്നുമാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. സാധാരണ ഭക്തന് ലഭിക്കുന്നതിൽ കൂടുതൽ സൗകര്യങ്ങളൊന്നും ഇദ്ദേഹത്തിന് ലഭിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കർശന നിർദ്ദേശം നൽകണമെന്നും നിർദ്ദേശിച്ചാണ് വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് സമർപ്പിച്ചത്. വിജേഷ് നടുവിൽ, പത്തനംതിട്ട. രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത കേരളത്തിലെ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗം ആരംഭിച്ചു. പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് യോഗം. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, വിശദവിവരങ്ങൾ. അരുൺ, 14 ജില്ലാ അധ്യക്ഷന്മാർ, പിന്നെ KPCCയുടെ താൽക്കാലിക അധ്യക്ഷൻ MM ഹസൻ തുടങ്ങിയവരെയാണ് രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ഇവരുമായുള്ള യോഗം ആരംഭിച്ചു. പ്രധാനമായും കേരളത്തിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് എങ്ങനെ വേണം എന്ന കാര്യത്തിലാണ് യോഗം തീരുമാനമെടുക്കുക. അതായത് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് വേണോ അതോ നാമനിർദ്ദേശത്തിലൂടെ അധ്യക്ഷന്മാരെ നിയമിക്കണോ എന്നതാണ് കാര്യം. പക്ഷെ ഇക്കാര്യത്തിൽ തർക്കം നിലവിലുണ്ട്. കാരണം K സുധാകരൻ അടക്കമുള്ളവർ ഈ തെരഞ്ഞെടുപ്പ് വേണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു. എന്നാൽ നാമനിർദ്ദേശം മതിയെന്ന് മറ്റു ചിലരും ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ തന്നെ ജില്ലാ അധ്യക്ഷന്മാരെ ഈ അടുത്ത കാലത്താണ് നിയമിച്ചത്. അവർക്ക് സ്ഥാനമൊഴിയാനും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവരെ നിലനിർത്തിക്കൊണ്ട് മറ്റ് സ്ഥാനങ്ങളിൽ നാമനിർദ്ദേശം നടത്തി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക എന്നതാണ് ചില I ഗ്രൂപ്പ് നേതാക്കൾ ഉന്നയിക്കുന്നത്. A ഗ്രൂപ്പ് ആകട്ടെ തെരഞ്ഞെടുപ്പിന് സന്നദ്ധമാണ്. ഇത്തരത്തിൽ തർക്കം മുറുകിയ സാഹചര്യത്തിലാണ് യോഗം നടക്കുന്നത്. ഈ ജില്ലാ അധ്യക്ഷന്മാരുടെ താല്പര്യം രാഹുൽ ഗാന്ധി ചോദിച്ചറിയും. അതിനുശേഷമായിരിക്കും തീരുമാനമെടുക്കുക. മറ്റൊന്ന് അധ്യക്ഷൻ, താൽക്കാലിക അധ്യക്ഷൻ മറ്റൊരു സ്ഥിരം അധ്യക്ഷനെ നിയമിക്കണമോ, നിയമിച്ചതിന് ശേഷം സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോകണമോ എന്ന കാര്യവും തീരുമാനിക്കണം. ഉമ്മൻചാണ്ടി അധ്യക്ഷനാകണം എന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി ആ സ്ഥാനത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ മറ്റ് പലരുമുണ്ട്. പ്രത്യേകിച്ച് കൊടിക്കുന്നിൽ സുരേഷ്, KC വേണുഗോപാൽ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KV തോമസ് തുടങ്ങിയവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിൽ ആര് വേണം എന്ന കാര്യത്തിലൊക്കെ ഈ അധ്യക്ഷന്മാരുമായുള്ള ചർച്ച ഉണ്ടാകും. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന്. UDFന് EMSനോട് അയിത്തം. നാളെ നടക്കുന്ന നിയമസഭയുടെ 60ാം വാർഷിക സമ്മേളനത്തിൽ EMS പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തേണ്ടതില്ല എന്ന് UDF നിയമസഭാ കക്ഷി തീരുമാനം. മറ്റ് ചരിത്ര പുരുഷന്മാരുടെ പ്രതിമകളിൽ UDF പുഷ്പാർച്ചന നടത്തും. ആദ്യ നിയമസഭാ സമ്മേളനത്തിന്റെ 60ാം വാർഷികം ആഘോഷിക്കുന്ന ദിനത്തിലാണ് ആദ്യ സഭയുടെ നാഥനായ EMSനോട് അനാദരവ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ഭരണഘടനാ ശില്പി അംബേദ്കർ, ആദ്യ മുഖ്യമന്ത്രി EMS എന്നിവരുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയാണ് പരിപാടികളുടെ ഭാഗമായി നിശ്ചയിച്ചിരുന്നത്. ഇതിൽ EMSന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നടക്കുന്ന പുഷ്പാർച്ചനയിൽ പങ്കെടുക്കേണ്ടെന്നാണ് UDF പാർലമെന്ററി പാർട്ടി തീരുമാനം. MM മണിയുടെ വിവാദ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നും പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് EMS പ്രതിമയെ അവഗണിക്കാനുള്ള തീരുമാനമെന്നാണ് വിവരം. അതേസമയം നിയമസഭാ കോമ്പൗണ്ടിന് പുറത്തായതുകൊണ്ടാണ് EMS പ്രതിമയിലെ പുഷ്പാർച്ചന ഒഴിവാക്കുന്നതെന്നാണ് UDFന്റെ വിശദീകരണം. കേരളത്തിന്റെ ചിന്തയ്ക്ക് ദിശാബോധം നൽകിയ EMSനോടുള്ള അനാദരവിൽ മുതിർന്ന UDF നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. EMS മുഖ്യമന്ത്രിയായി 1957 ഏപ്രിൽ 27-ന് ആദ്യ നിയമസഭ നടന്ന സെക്രട്ടേറിയറ്റിലെ ഹാളിലാണ് നാളെ സമ്മേളനം ചേരുന്നത്. MR സജേഷ്, തിരുവനന്തപുരം.
വേനൽ കടുത്തതോടെ പട്ടാമ്പി തൃത്താല മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പ്രദേശത്തെ വെള്ളം വറ്റിയതാണ് ഭാരതപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കുന്നത്. ഭാരതപ്പുഴയിലെ വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിൽ നിന്നാണ് തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 10 പഞ്ചായത്തുകളിലേക്കും 3 നഗരസഭകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വേനൽ ശക്തമാകുന്നതിന് മുമ്പ് തന്നെ വെള്ളിയാങ്കല്ലിലെ ജലനിരപ്പ് കുറഞ്ഞു. കടുത്ത വരൾച്ച മൂലം ഈ മേഖലയിലെ കുടിവെള്ള പദ്ധതികൾ പ്രതിസന്ധിയിലായി. 2 ആഴ്ചയിൽ കൂടുതൽ പമ്പ് ചെയ്യാനുള്ള വെള്ളം വെള്ളിയാങ്കല്ലിലില്ലാത്ത സാഹചര്യമാണെന്ന് തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണകുമാർ പറഞ്ഞു. വളരെ രൂക്ഷമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ഈ വർഷമുള്ളത്. ഭാരതപ്പുഴയിലാണെങ്കിൽ അടുത്ത കാലത്ത് വേനൽ മഴ ലഭിച്ചതുകൊണ്ട് നമുക്ക് അല്പം വെള്ളത്തിന്റെ ലഭ്യത ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊതുവെ 1-2 ആഴ്ചയ്ക്ക് കൂടുതൽ വെള്ളമുണ്ടാവുന്ന പ്രതീക്ഷ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വരൾച്ച നേരിടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരറിയാത്ത അവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ ഭരണ സംവിധാനങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഈ വർഷം നമുക്ക് വരൾച്ച നേരിടാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ജലക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ 24 ഷട്ടറുകൾ നവംബറിൽ തന്നെ അടച്ചതിനാൽ ഇതിനു താഴെയുള്ള പല കുടിവെള്ള പദ്ധതികളും നേരത്തെ തന്നെ മുടങ്ങിയിരുന്നു. നിലവിലുള്ള വെള്ളം കുടിവറ്റിയാൽ പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലും തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരടക്കമുള്ള പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാകും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.